ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Anviya കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്ക് എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നാടൻ 6 മാമ്പഴമാണ് കേട്ടോ. നല്ല പഴുത്ത മാമ്പഴം, അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിന് തേങ്ങ ചെരുകിയത് വേണം. പിന്നെ ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. നല്ല ജീരകം, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. പിന്നെ ഞാനിവിടെ പഞ്ചസാരയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ശർക്കരയിലും ഉണ്ടാക്കാം. ഞാനിവിടെ പഞ്ചസാരയിലാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നല്ല തൈര്. കട്ട തൈരാണ് നല്ലത് കേട്ടോ. ഇവിടെ കട്ട തൈര് കിട്ടാത്ത കാരണം ഉള്ള തൈര് വെച്ചിട്ട് ഉണ്ടാക്കാം നമുക്ക്. അതിനാവശ്യമായിട്ട് മാമ്പഴം വേവിക്കാനായിട്ട് വെള്ളം. നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനതിന് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നല്ല മൺചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സ്വാദുണ്ടാവും. മൺചട്ടി ഇല്ലാത്ത കാരണം സാധാ ചട്ടി ഇരിക്കണം. അതിലേക്ക് ഞാൻ മാമ്പഴം ഇട്ട് കൊടുക്കും. നമുക്ക് ആവശ്യമായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം കുറേ ആവണ്ട. നമുക്ക് ഈ മാമ്പഴം ഒന്ന് പൊന്തി കിടക്കാവുന്ന രീതിയിലുള്ള വെള്ളം മതി. ഈ ഒരു ലെവലിലേക്ക് പൊന്തി കിടക്കാനായിട്ടുള്ള വെള്ളം മതി. അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ട്. ഇവിടെ എനിക്ക് ഇഷ്ടമായ കാരണം, മധുരം ഇഷ്ടമായ കാരണം കുറച്ച് പഞ്ചസാര ഞാൻ ഇത്തിരി കൂടുതലിടുന്നുണ്ട്. നമുക്കൊരു തുണ്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് കത്തിക്കാം. അതിന് മുന്നേ വേപ്പില ഇട്ടില്ല. വേപ്പില വേടാം. വേപ്പില മറന്നു. ഇവിടെ കത്തിക്കാം. നമുക്കിവിടെ അരപ്പ് വെച്ചിട്ടുണ്ട്. ഈ അരപ്പ് നമുക്കിനി അരക്കണ്ടേ. പച്ചമുളക്, നല്ല ജീരകം, വേപ്പില, തേങ്ങയൊക്കെ കൂടിയിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു തുണ്ട് വറ്റണം. ഒരു വറ്റണ പോലൊരു രൂപമാവണം. നല്ല പോലെ തിളച്ചുണ്ട്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരച്ച് നല്ല കുഴമ്പം പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതധികം ഇങ്ങനെ അരപ്പൊഴിച്ചിട്ട് അതിങ്ങനെ തിളയ്ക്കണമെന്നൊന്നുമില്ല. ചൂടായാലും മതി. അല്ലെങ്കിൽ ഒരു ചെറിയൊരു തള വന്നോട്ടെ, കുഴപ്പമില്ല. അധികം നേരം തിളപ്പിക്കരുത് കേട്ടോ. ചെറിയൊരു തള വരാനും പാടുള്ളൂ. ചെറുതായിട്ട് നന്നായി തിളച്ച് ഇങ്ങനെ ഒരു ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തൈര് ഒഴിച്ചാൽ മതിയിട്ടാണ്. നമ്മുടെ പാകത്തിനനുസരിച്ച്. ഇല്ലെങ്കിൽ കുറേ തൈര് എടുത്ത് തൈര് ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ വെള്ളമാവും. നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് അങ്ങനെ തിളക്കണമെന്നൊന്നുമില്ല. ഒന്ന് ചൂടായാൽ മതിയിട്ടാ. ഇവിടെ റെഡി ആക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇത് കാച്ചാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കാച്ചണത്. വെളിച്ചെണ്ണയിൽ കാച്ചുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കാച്ചണ കേട്ടോ. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് നന്നായി പൊട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായി പൊട്ടി വരുന്നുണ്ട് കടുക്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.